കുറച്ച് സ്ഥലം മാറി ലക്ഷ്മി ഈ അനുമോളുടെ ഒരു അർഹതപ്പെട്ട ആൾക്ക് തന്നെ കിട്ടിയ എന്റെ മൈക്കാണല്ലോ അർഹതപ്പെട്ട ആൾക്ക് തന്നെയാ കിട്ടിയ. കാരണം ഇത്രയും ദിവസം നിൽക്കാന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. സർവൈവലാണ്, സർവൈവൽ ഗെയിമാണ്, റിയാലിറ്റി ഷോ ആണ്. എല്ലാ പ്രതിസന്ധികളും മാറിയിട്ട് തരണം ചെയ്ത് ഇത്ര എത്തിയിട്ടുണ്ടെങ്കിൽ അത് വിന്നറിന്റെ കഴിവ് തന്നെയാണ്. അർഹതപ്പെട്ട ആൾക്ക് തന്നെ. ഈ അനുമോളുടെ കയ്യിൽ ആരട്ടം നോക്കിയപ്പോൾ ലക്ഷ്മി ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? അത് നമ്മൾ ആ വീടിന്റെ ഉള്ളിൽ കുറച്ച് ദിവസം നിന്നാൽ മാത്രമേ അറിയത്തുള്ളൂ എന്തുമാത്രം പ്രഷർ അനുഭവിച്ചിട്ടാണ് നിൽക്കുന്നത്. പ്രഷർ കുക്കറിൽ ഇട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിന്നിട്ട് 100 ദിവസം തികയ്ക്കാന്ന് പറഞ്ഞാൽ 100 ദിവസം തികച്ച 5 പേരും അത്രയും അധികം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നിരിക്കുന്നത്. അപ്പൊ അതിലൊരാള് വിന്നർ ആവുക എന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം. ആ സന്തോഷം എത്ര എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ ഒരു സന്തോഷ കണ്ണീരേ ഇവിടെ പുറത്തു വരുന്നതെന്ന് വെച്ചാൽ ലക്ഷ്മിക്ക് റീച്ചിന് വേണ്ടിയിട്ട് അനുമോളുടെ വിജയത്തെ ഉപയോഗിക്കുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് പറയുന്നതോടെ ഞാൻ പണ്ടും ബോധേഡല്ല, ഇപ്പോഴും ബോധേഡല്ല. അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം. ലക്ഷ്മിക്ക് എപ്പോഴാണ് തോന്നിയത് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നേന്നോ? അതായത് അനുമോളുടെ ഗെയിമാണ് അനുമോളാണ് കറക്റ്റ്. വേറൊരാളുടെ തെറ്റൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ഞാൻ റീ എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാരും കൂടെ ഭയങ്കര മോശമായിട്ട് ഒരാളോട് മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതിന്റെ തെറ്റ് തോന്നി. ഞാൻ ഇടപെട്ടു.